ഒരു ദിവസം കാടിനകത്ത് കഴുതയും പുലിയും തമ്മിൽ ഒരു വാക്കുതർക്കം ആരംഭിച്ചു. തർക്കവിഷയം വളരെ ലളിതമായിരുന്നു: പുല്ലിന്റെ നിറം. കഴുത ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പുല്ലിന്റെ നിറം നീലയാണ്. പുലി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇല്ല, പുല്ലിന്റെ നിറം പച്ചയാണ്. വാദം വാക്കുകളിൽ തുടങ്ങി, പിന്നെ ശബ്ദം ഉയർന്നു. എത്ര പറഞ്ഞിട്ടും ഒരാളും പിന്മാറിയില്ല. അവസാനം ഇരുവരും കാടിന്റെ രാജാവായ സിംഹത്തിന്റെ അടുക്കൽ നീതി തേടാൻ പോയി. രാജസദസ്സിൽ വിചാരണ ആരംഭിച്ചു. കഴുതയും പുലിയും തങ്ങളുടെ വാദങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു. ചുറ്റും നിന്ന മൃഗങ്ങൾ എല്ലാം കൗതുകത്തോടെ വിധി കാത്തുനിന്നു. അപ്പോൾ സിംഹം വിധി പ്രസ്താവിച്ചു: പുലിക്ക് 1 മാസത്തെ കഠിന തടവ്. കഴുത നിരപരാധിയാണ്. ഇത് കേട്ട് പുലി ഞെട്ടിപ്പോയി. പുലി വിനയത്തോടെ ചോദിച്ചു, രാജാവേ, എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പുല്ലിന്റെ നിറം പച്ചയല്ലേ? സിംഹം ശാന്തമായി മറുപടി നൽകി, അതെ, പുല്ലിന്റെ നിറം പച്ച തന്നെയാണ്. അപ്പോൾ പുലി ചോദിച്ചു, പിന്നെ ശരി പറഞ്ഞ എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? അപ്പോൾ സിംഹം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കഴുതയെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാകാത്തവനോടു നീ വാദിച്ചതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്തരം ആളുകളോട് തർക്കിക്കുന്നത് ബുദ്ധിമാന്റെ സമയവും സമാധാനവും നഷ്ടപ്പെടുത്തും. അതിനാലാണ് ഈ ശിക്ഷ. സത്യം അറിയുന്നവർ അർത്ഥമില്ലാത്ത തർക്കങ്ങളിൽ സമയം കളയരുത്. എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ബുദ്ധിയല്ല. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.